വരുന്നു. തുടർന്ന് നാം സ്നാന ശുശ്രൂഷയിലേക്ക് കിടക്കുകയാണ്. ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുന്നതിനായിട്ട് നാം എല്ലാവരും ദൈവത്തിന്റെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാചകങ്ങൾ പ്രിയ ജോസ് പ്രാർത്ഥിക്കുന്നതായി. രാവിലെ സമയം കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ സ്തോത്രം. കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ 4 പേര് ഈ സമയത്ത് സ്നാനപ്പെടുവാനായിട്ട് പോകുന്നു. കർത്താവെ നീ അവരെ ഇത്രത്തോളം കാത്തു പരിപാലിച്ചതിനായി സ്തോത്രം. അവരെ ബലപ്പെടുത്തിനായി സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ കർത്താവിനെ അവരെ നിന്നെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. അവരെ കർത്താവെ ജലത്തിൽ സ്നാനപ്പെടുന്നു. കർത്താവിന്റെ സാക്ഷിയാകാനായിട്ട് പോകുന്നു. സ്വർഗ്ഗം സന്തോഷിക്കുന്ന ഒരു ദിവസമാണല്ലോ കർത്താവ്. സന്തോഷിപ്പാനായിട്ട് നീ നൽകിയതിനായി സ്തോത്രം. നീ അവരെ അനുഗ്രഹിക്കണമേ, അവരുടെ ഭാവി അനുഗ്രഹിക്കണമേ. അവരുടെ കർത്താവിന്റെ വരവോളം കർത്താവ് അന്ത്യത്തോളം നേരോടെ ജീവിപ്പാനും നിലനിൽപ്പാനും ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. പ്രവർത്തപ്പാടാനും പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാവി പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കുന്നേ. കർത്താവെ തുടർന്ന് നടക്കുന്ന ശുശ്രൂഷ വളരെ അനുഗ്രഹമായി നടക്കുവാനായിട്ട് ദൈവദാസന്മാരെ കർത്താവെ അതിനായിട്ട് ബലപ്പെടുത്തണേ, ശക്തീകരിക്കണേ. നിന്റെ കൃപയിൽ അവരെ പൊന്നു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരുമിച്ച് കർത്താവെ ഈ അവസരത്തിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. സകല ഞാൻ കാഴ്ചയിൽ മടിഞ്ഞ യേശു ക്രിസ്തുവിന്റെ വിലയുടെ നാമത്തിൽ ഒരു വേദഭാഗം വായിക്കുവാൻ കർത്താവ് ശ്രമപ്പെടുന്നു. മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാൻ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാകേണ്ടത് നമുക്ക് ഉചിതം എന്നുത്തരം പറഞ്ഞു. എന്നാറേ അവൻ അവനെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാപന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്ന ഈ അനുഗ്രഹീത ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ദൈവത്തിനെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമുക്ക് സ്നാനം ഒരു മാതൃകയായി കാണിച്ചു തന്നതുപോലെ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ദൈവവൈദ്യങ്ങളായി ജീവിപ്പാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ, ഒരുക്കട്ടെ എന്ന് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ദാസൻ വചനത്തിൽ നിന്ന് ചില വാക്കുകൾ നമ്മോട് ഓർമ്മിപ്പിക്കുന്നതായിരിക്കും. വചനത്തിൽ ചില വാക്കുകൾ ദൈവദാസൻ ഓർമ്മിപ്പിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിനായിരിക്കും. കർത്താവിന്റെ പരിശുദ്ധമായ നാമമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളിവിടെ കടന്നു വന്നിരിക്കുകയാണല്ലോ. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ആയിരുന്ന അവസരത്തിൽ തൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ശിഷ്യന്മാരോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം. എന്നിരുന്നാലും കർത്താവ് സ്വർഗത്തിലേക്ക് കരയിൽ പോകുന്നതിന് മുമ്പ് പറഞ്ഞ 2 കാര്യം, 2 ശുശ്രൂഷയാണ് ആധികാരികമായി കർത്താവ് നൽകിയത്. ഒന്ന് സ്നാനം, മറ്റൊന്ന് കർത്തൃമേശ. സ്നാനം എന്ന് പറയുന്നത് ഒരിക്കൽ ഒരു പ്രാവശ്യം ചെയ്യേണ്ടതാണ്. എന്നാൽ കർത്തൃമേശ എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞു, ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി തിരുവചനം ഘോഷിക്കുമ്പോൾ. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. ഇവിടെ വായിക്കേണ്ട വാക്യമാണെങ്കിലും ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാലും യേശു അടുത്തിരുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിക്ഷരാക്കിക്കൊണ്ടു. അടുത്തത് കർത്താവ് പറയുന്നത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. അപ്പോൾ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിലൊക്കെ സഞ്ചരിച്ച് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളാം. ശിഷ്യരാക്കിക്കൊള്ളുക മാത്രമല്ല അവിടെ വായിക്കുന്നത്, പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തണം. കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച്
അവനെ അംഗീകരിച്ചെന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു കാൽവരിയിൽ മരിച്ചത് എന്ന് വിശ്വസിക്കുന്നു. എന്റെ പാപത്തിന്റെ കറകളെ കഴുകിക്കളയുവാൻ കർത്താവ് തന്റെ രക്തം ഒഴിച്ചു എന്ന് വിശ്വസിക്കുകയും അത് ഹൃദയത്തിൽ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രക്ഷിക്കപ്പെടുന്നത്. കർത്താവിനെ അംഗീകരിക്കും. അപ്പോൾ രക്ഷിക്കപ്പെടുന്ന ആളിനെ കർത്താവ് പറയുന്നത് സ്നാനപ്പെടും. അപ്പൊ സ്നാനപ്പെടുത്താനായിട്ട് കൽപ്പിച്ച കൽപ്പന ആധികാരികമാണ്. അത് നമ്മുടെ കർത്താവ് പറഞ്ഞതാണ്. മറ്റാരും പറഞ്ഞില്ല. അപ്പോസ്തലന്മാർ പറയുന്ന കാര്യമുണ്ട്, നമുക്കറിയാം. അപ്പോൾ ഈ സ്നാനപ്പെടുന്നത് യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനങ്ങളെ അംഗീകരിക്കുകയാണ്. വെള്ളത്തിലേക്ക് താഴ്ത്തുന്നത് അടക്കപ്പെടുന്നതിനും പൊങ്ങി വരുന്നത് ഉയർത്തെഴുന്നേൽപ്പിനെയുമാണ് കാണിക്കുന്നത്. അപ്പോൾ തന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ സ്നാനം സഭയോട് ചേരാനല്ല. ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. സഭയോട് ചേരുവാൻ സ്നാനമേൽക്കാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. എന്തിനാണ് സ്നാനം? കർത്താവിനോട് ചേരുവാനാണ് സ്നാനപ്പെടുന്നത്. അപ്പോൾ ഇവിടെ സ്നാനപ്പെടുവാനായിട്ട് 4 കുഞ്ഞുങ്ങളുണ്ട്. അവര് സ്നാനപ്പെട്ടിട്ട് മുകളിൽ കയറുമ്പോൾ അവർക്ക് മനസ്സിലാകും അവർ കർത്താവിനോട് ചേരുവാൻ, കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ ഉള്ള ആ ശുശ്രൂഷയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കർത്താവിന്റെ ദാസൻ ക്ലാസ് എടുത്തവരെ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലാക്കുവാനിടയായി. ആയതുകൊണ്ട് സമയം വളരെ കടന്നുപോയി. 8:30 തന്നെ ഇത് നടത്തണമെന്ന് വിചാരിച്ചതാണെന്നാണ് അറിഞ്ഞത്. എന്നാൽ സമയം മുൻപോട്ട് പോയത് കൊണ്ട് ഒത്തിരി വാക്കുകളൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. രക്ഷിക്കപ്പെട്ട ആരെങ്കിലും സ്നാനപ്പെടാതെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ വരവ് സമീപിച്ചു. സ്നാനപ്പെട്ട് ദൈവകൃപയിൽ വിശുദ്ധ ജീവൻ നയിച്ച് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ ഒരുങ്ങണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് എല്ലാവരോടും സ്നാനപ്പെടാനുള്ള എല്ലാവരോടും ആഹ്വാനം ചെയ്യുകയാണ്. ഈ ശുശ്രൂഷ ദൈവദാസൻ നിവർത്തിക്കുമ്പോൾ കാര്യം മനസ്സിലാക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ഇറങ്ങി വന്ന് ആ ശുശ്രൂഷ നിർവഹിക്കേണ്ടതിന് തന്റെ അഭിഷിക്തരെ അഭിഷേകം ചെയ്യുവാൻ സ്നാനപ്പെടുത്തിയിട്ടൊക്കെ ഉള്ള ആളാണ്. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏതെല്ലാം അവസരങ്ങളിൽ ശുശ്രൂഷയ്ക്ക് അത് ആ ശക്തി നൽകണമോ അതിനൊത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ തുടരാം. ദൈവമായ കർത്താവ് തന്റെ അഭിഷിക്തരെ അതിനായി സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ചുരുക്കം വാക്ക് ഞാൻ ഇവിടെ നിർത്തി. നമുക്കൊരു നിമിഷം കൂടെ ദൈവത്തിന്റെ കടകളടയ്ക്കാൻ തുടർന്ന് നടക്കേണ്ട ശുശ്രൂഷ അനുഗ്രഹിക്കേണ്ടതിനായിട്ട് ദൈവത്തിനെ നാം എല്ലാവരും സ്റ്റോപ്പ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ബില്ലിച്ചാൻ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളെ അവിടുന്ന് സൂക്ഷിച്ചു പരിപാലിച്ചു. ഞങ്ങളായിരുന്ന സ്ഥാനത്തൊക്കെ അവിടുത്തെ വഴിയിൽ ഞങ്ങളെ അവിടുന്ന് പരിപാലിച്ചല്ലോ. സഭയായിട്ട് കർത്താവെ കൂടി വന്നു. കർത്താവെ അതോർത്ത് ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കൽപ്പനയനുസരിക്കാൻ തീരുമാനിച്ചു. കർത്താവെ അതിനായിട്ട് കർത്താവ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അവിടുന്ന് വിളിക്കല്ലോ. അതോർത്ത് സ്തോത്രം ദൈവമേ. ഞങ്ങളുടെ സഭയായിട്ട് കൂടി വന്ന് പ്രിയ കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷ ആ സ്നാന ശുശ്രൂഷ നടത്തുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ആ ദൈവമേ ശുശ്രൂഷ നടത്തുവാൻ പോകുന്നു. കർത്താവെ ദേവദാസനെ അതിനായി ബലപ്പെടുത്തുന്നു. കർത്താവെ ദൈവമേ ദൈവീയ കൃപയാൽ അവിടുന്ന് ബലപ്പെടുത്തുന്നു. കർത്താവെ 4 കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ സ്തോത്രം. കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനമേറ്റ് കർത്താവെ അവരെ ോളം വിശ്വസ്ത സാക്ഷിയായി നിൽക്കാൻ കർത്താവിനെ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനേകർക്ക് ലഭിക്കാതിരിക്കുന്ന ഒരു വലിയ ഭാഗ്യം കർത്താവെ കർത്താവിനോട് ചേരുവാൻ ഒരിക്കലും കർത്താവിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ സഭയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ സഭയെ കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി ഒരിക്കലും ഒരുക്കാൻ ഇടയാക്കില്ല. കർത്താവെ കർത്താവെ ഇന്നുപോലെ കാലം കടന്നു പ്രിയപ്പെട്ടവരെ എല്ലാം കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ ദൈവകരങ്ങളിൽ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. ശുശ്രൂഷ ചെയ്യുവാൻ ദേവദാസനെ അവിടുന്ന്
ബലപ്പെടുത്തണേ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പൊന്നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരവാദിത്തം. ആമേൻ, ആമേൻ, ആമേൻ. ഇതൊരു വളരെ പവിത്രമായ ഭക്തി നിർഭരമായ ഒരു ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഇവിടെ കടന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളും വളരെ ഭക്തിയോടെ, ഭയത്തോടെ, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം എന്ന് ഓർമ്മിക്കുന്നു. ഇത് ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവവുമായിട്ട് ചേരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയായതിനാൽ ഇവിടെ ഈ പരിസരങ്ങളിൽ, ഈ ഭാഗങ്ങളിൽ നിൽക്കുന്ന എല്ലാവരും ആ ശുശ്രൂഷയോടുള്ള ബഹുമാനാർത്ഥം വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം എന്ന് ദൈവനാമത്തിൽ ഓർമ്മിക്കുന്ന പ്രത്യാശയുടെ ഒരു ഗാനം നമുക്ക് ഈ സമയത്ത് പാടാം. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. മുദ്രയിടപ്പെട്ട ജനമൊന്നിച്ചു, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനമൊന്നിച്ചു, കാളങ്ങളൂരിടും വിറയ്ക്കുമേ. കാളങ്ങളൂരിടുമ്പോൾ വിറയ്ക്കുമേ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. ഈ ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ ഓരോരുത്തരായിട്ട് ജലാശയത്തിലേക്ക് കടന്നു വരികയും സ്നാനമേറ്റ് കഴിഞ്ഞ് ഈ കുഞ്ഞുങ്ങൾ തിരികെ പോകുമ്പോൾ സഹോദരന്മാർ 4 പേര് ഈ കുഞ്ഞുങ്ങളെ സ്വീകരിപ്പാൻ തക്കവണ്ണം ഈ സ്നാനക്കളത്തിൽ തന്നെ ഉണ്ടാകണം എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. സമയം ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ വളരെ നമുക്ക് മുന്നോട്ട് പോയിരിക്കുന്നതിനാൽ വളരെ വേഗത്തിൽ പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കുന്നു. സ്വർഗ്ഗപിതാവേ, ഈ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കണമേ. ഈ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് ബലഹീനനായ അടിയനെ ബലമേറിയ അങ്ങയുടെ അഭിഷേകത്താൽ നിയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കേണ്ട ഓരോ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ആദാമ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരമായിട്ട് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കുലത്തുളത്തിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്ന ശ്രീ യേശു ക്രിസ്തുവിൽ പ്രിയമകൻ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നുള്ള കർത്താവിന്റെ കൽപ്പന പ്രകാരവും ദൈവസഭയുടെ ചട്ടപ്രകാരവും ഞാൻ ഈ മകനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ നീയും ജീവകിരീടം പ്രാപിക്കും. പാട്ടിന്റെ ഇരടികൾ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. അബ്രഹാമിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലത്തു ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്ന ശ്രീയേശു കർത്താവിൽ പ്രിയമകൻ രൂപേൻ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നുള്ള ദൈവവചന പ്രകാരവും യേശു കർത്താവിന്റെ കൽപ്പന പ്രകാരവും ദൈവവചനത്തിലെ ചട്ടപ്രകാരവും ഞാൻ ഈ പ്രിയമകൻ രൂപേനെ സ്നാനപ്പെടുത്തുന്നു. ഒരു മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ നീയും ജീവന്റെ കിരീടം പ്രാപിക്കും. പാട്ടിന്റെ ഇരടികൾ. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം
നാമത്തിനു ജയം ജയം യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരമായിട്ട് കാൽവരി കുരിശിൽ നമുക്കായിട്ട് തകർക്കപ്പെട്ട നമ്മുടെ പ്രിയ കുഞ്ഞാട് ഇന്നും പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് നമ്മെ ഒരു നാൾ ഈ ഭൂമിയിൽ നിന്നും തന്റെ വിശുദ്ധ ഗ്രഹത്തിലേക്ക് ചേർക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രിയമകൻ ആരും വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നുള്ള യേശു കർത്താവിന്റെ കൽപ്പന പ്രകാരവും തിരുവെഴുത്തിന്റെ നിയമപ്രകാരവും സഭാ ചട്ടപ്രകാരവും ഞാൻ ഈ പ്രിയമകനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജലാശയത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ നീയും ജീവന്റെ കിരീടം പ്രാപിക്കും. ആദാമ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരമായിട്ട് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കുലത്തളത്തിൽ എനിക്കും നിങ്ങൾക്കും പ്രിയമകനും വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലത്തു ഭാഗത്തിരുന്നു കൊണ്ട് സദാ പക്ഷപാതം ചെയ്ത് വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിനായി നമ്മളെ വീണ്ടും കൊണ്ടുപോകാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ശ്രീ യേശു കർത്താവിൽ പ്രിയമകൻ ഷോൺ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നുള്ള കർത്താവിന്റെ കൽപ്പന പ്രകാരവും തിരുവചനത്തിന്റെ നിയമപ്രകാരവും ദൈവസഭയുടെ ചട്ടവും ഉടമ്പടിയും പ്രകാരം ഞാൻ ഈ പ്രിയമകനെ ഈ ജലാശയത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ നീയും ജീവന്റെ കിരീടം പ്രാപിക്കും. വാദ്യഘോഷങ്ങളോടെ ഞാൻ ജയത്തിന്റെ പാട്ടുകൾ ആവശ്യമായി പാടിടുവാൻ ശുദ്ധിമാൻ സഭയെ ആഘോഷമായി പാടിടുവാൻ ശുദ്ധിമാൻ സഭയെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കൽപ്പനയനുസരിക്കുവാൻ ഞങ്ങളുടെ 4 കുഞ്ഞുങ്ങളെ ദൈവം ബലപ്പെടുത്തിയല്ലോ. ബലഹീനനായ അടിയന്റെ കൈകളുടെ മേൽ ദൈവത്തിന്റെ ബലം പകർന്നു നൽകി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് കുഞ്ഞുങ്ങളെ കർത്താവെ സ്നാനപ്പെടുത്തി എടുപ്പാൻ കൊണ്ട് സ്വർഗ്ഗം നിയോഗിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ തുടർന്ന് ഈ കുഞ്ഞുങ്ങൾ ജീവിതത്തിന്റെ അന്ത്യ നിമിഷം വരെ ദൈവത്തെ പ്രസാദിപ്പിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ കൊണ്ട് ദൈവം കൃപ ചെയ്യണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ കടന്നു എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഒരിക്കൽ കൂടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ പ്രത്യാശയുടെ വരികൾ പാടുകയും തുടർന്ന് കർത്താവിന്റെ ദാസൻ ജോണിക്കുട്ടി പാസ്റ്റർ പ്രാർത്ഥിച്ച് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം എല്ലാ ദൈവമക്കളും നമ്മുടെ ആരാധനാലയത്തിലേക്ക് വിശുദ്ധ സഭായോഗത്തിനായിട്ട് പ്രാർത്ഥനയോടെ കടന്നു വരണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യാശയുടെ ഗാനം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാമത്തിനു ജയം ജയം യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. മഹാപരിശുദ്ധനായ നമ്മുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അടികൾ വീണ്ടും വന്നിട്ട് നന്ദി പറയുന്നു. കുഞ്ഞുങ്ങൾ കർത്താവേ, ഈ തലമുറയിലെയും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആയിരിക്കാനിടയാക്കണമേ. അവർ അങ്ങയോട് ചേരുവാൻ കർത്താവിനെ ഹിതമാക്കിയത് കൊണ്ട് ഞങ്ങൾ നിനക്ക്
അവരുടെ ജീവിതകാലം അനുഗ്രഹവും നന്മയും എല്ലാവരും നൽകി സഹായിക്കണമേ. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നടക്കേണ്ട ആരാധന ഏറ്റവും അനുഗ്രഹമായി പാലിടയാക്കണമേ. സ്വർഗത്തിലെ ദൈവമേ, ഈ സ്നാനത്തിലേക്ക് നിയോഗിക്കപ്പെടുവാൻ ഉള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരുണ്ടല്ലോ, അവരെ ഇതിലേക്ക് നടത്തുവാനാകണമേ. സ്നാനപ്പെട്ടിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടെ നിന്ന് നിലനിർത്തി സഹായിക്കണമേ. കർത്താവേ, ഒരു കൈകോട്ട് പരമേൽപ്പിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, മഹത്വം അങ്ങേക്ക്. യേശുവിന്റെ നാമത്തിൽ പിതാവേ, പ്രാർത്ഥന കേൾക്കുവാനാകണമേ. കരങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പിടിക്കണോ? ഞാൻ പിടിക്കാം.